ദൈവത്തിന് മഹത്വം. ഈ നല്ല സമയത്തിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ഈ നിമിഷം വരെ കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചു. ദുഷ്ടൻ്റെ ഇലപ്പെടാൻ നമ്മളെ കാക്കുന്നതിനോർത്തൊക്കെ നമുക്ക് നന്ദി പറയാം. ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ ഓരോ ദിവസവും നയിക്കുന്നത്. ദൈവവചനം പറയുന്നു, അനേക കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. കാരണം കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധപ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും നമ്മൾ സന്തോഷിക്കണം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. കഷ്ടങ്ങളിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണയാണ്. കർത്താവ് ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നു, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നു, മനസ്സ് പുതുക്കാൻ നമ്മളെ സഹായിക്കുന്നു, പാപങ്ങൾ വിട്ടുതിരിയാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കുന്നതിലെല്ലാം ഉപരിയായി പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവൃത്തി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്ന ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നത് നോക്കുക. നമ്മൾ വിശുദ്ധീകരിച്ച് അധികമായിട്ട് വിശുദ്ധിയിലേക്ക് നയിക്കണം. വിശുദ്ധനാണെന്ന് ദൈവം നമ്മളെ പ്രഖ്യാപിച്ചു, നമ്മൾ വിശുദ്ധീകരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ വചനത്തിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഇനിയും നമ്മളിൽ എന്തൊക്കെ കുറവുകളാണ് മറഞ്ഞു കിടക്കുന്നത് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവ് വരുന്നത് വരെ ആ കർത്താവിനോട് ചേർന്ന് നടപ്പാനും വെളിച്ചത്തിൽ സത്യത്തിൽ സ്നേഹത്തിൽ വിശുദ്ധിയിലൊക്കെ നടപ്പാനായിട്ട് ഇടവരണം. അങ്ങനെ ഒരു ആ ചെറിയ ശേഷിപ്പിൽ തന്നെ നമ്മൾ ആയിരിക്കണം. അതാണ് കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. തെറ്റിച്ചു കളയാനായിട്ട് പിശാച് പലവിധമായ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. സ്ഥിരതയോടെ ഓടുന്നത് എന്നറിയണമെങ്കിൽ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ മനസ്സ് പുതുക്കി കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് ഇടയായി. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 11 മുതൽ 11-12 വാക്യം നമുക്കൊന്ന് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പത്രോസ് ഒരു കാര്യം പറയാണ്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്ത് നമ്മൾ അന്യരാണ്, പരദേശികളാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ യാത്ര നിത്യതയോടുള്ള ബന്ധത്തിലാണ്. ദൈവജനം പറഞ്ഞ പോലെ നീതിമാൻ്റെ ജീവയാത്ര അത് മേലോട്ടാകുന്ന കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്തിൻ്റെ കാലഗതിയൊക്കെ അനുസരിച്ച് നടന്നിരുന്നു, ലോകത്തിൻ്റെ മോഹങ്ങൾക്കൊത്തോണൊക്കെ നടന്നിരുന്നു. എന്നാൽ ഈ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാനായിട്ട് ദൈവം നമുക്ക് വലിയ ഭാഗ്യം തന്നു. ഒരു വീണ്ടും ജനനത്തിൽ കൂടി ദൈവരാജ്യത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചു. അപ്പോൾ നമുക്കതൊരു നമ്മുടെ ജീവിതത്തെ സമൂലമായി മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് അത് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ജീവിതമല്ല, ഏറിയാൽ 70, 80, 100 വയസ്സ് വരെയുള്ളൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ദൈവം നമുക്കായിട്ടൊരു നിത്യത ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ഇവിടെ പ്രവാസികളാണ്, പരദേശികളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല. ഇവിടേക്ക് നമ്മളൊന്നും കൊണ്ടുപോകാനും ഇവിടേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും കഴിയുന്നതല്ല. വചനം പറയുന്ന പോലെ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. ദൈവം നമുക്കായിട്ടുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന കാര്യം അതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എൻ്റെ പിതാവിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലത്തെക്കുറിച്ച് വെളിപ്പാട് കിട്ടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഞാൻ പരദേശിയാണ്, പ്രവാസിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ വെളിപ്പാടില്ലാത്ത ഒരു വ്യക്തിക്കും ഈ പറയുന്ന വാക്യം എന്താണെന്നൊന്നും മനസ്സിലാകത്തില്ല. കാരണം അവർ ഈ ലോകത്തിൻ്റെ നന്മകളിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ളൊരു ഭവനം നമുക്കായിട്ട് കർത്താവ് ഒരുക്കുന്നു.
അനേക മാസങ്ങളിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായിട്ട് ഭവനം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു, നിങ്ങൾക്കായി ഭവനം ഒരുക്കാൻ ഞാൻ നിങ്ങളെ ചേർപ്പാൻ വേഗത്തിൽ വരും. അപ്പോൾ ആ കർത്താവ് നമ്മൾ ചേർപ്പാൻ വരുന്ന സമയം വരെ ആ നിത്യഭവനം നമുക്കുണ്ടെന്നും ആ നിത്യഭവനത്തിൻ്റെ ഉടയനായ കർത്താവ് നമ്മളെ കാണാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളിവിടെ അന്യരാണ്, പരദേശികളാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ പറയാണ്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പോൾ അടുത്തത്, ഈ ഒരു ബോധ്യമുള്ള വ്യക്തികൾ അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പോരാട്ടമുണ്ട്. വചനം പറയുന്നുണ്ടല്ലോ, നമുക്ക് പോരാട്ടമുണ്ട്, അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിലെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പം ഇവിടെ പറയാണ്, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ജഡമോഹങ്ങൾ ഉണ്ട്. അത് ഇവിടെ പറയണം, അത് നമ്മളെപ്പോഴും എന്ത് ചെയ്തൊരു പോരാട്ടമുണ്ട്. അതിൽ നിങ്ങളുടെ ആത്മാവിനോടായിരിക്കും ഈ ജഡീകമായിട്ടുള്ള മോഹങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ട് അകന്ന്. അപ്പോൾ ഇത് അകത്ത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ജഡമോഹങ്ങളെ വിട്ട് അകന്ന് തുടർന്ന് പറയാണ്, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ നടപ്പ് ദൈവരാജ്യത്തിനും ദൈവനീതിക്കും ദൈവ തേജസ്സിനും ഒത്തവണ്ണം ആയിരിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മോഹങ്ങളാണ്. ദൈവജനം പറയുന്നത്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ ഈ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനിൽ നിന്ന് നമ്മളെ അകറ്റുന്നതിനെയാണ് ഈ മോഹങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം, അല്ലേ? നമ്മൾ അതൊക്കെ കർത്താവ് നമുക്ക് നൽകി തരാൻ മതിയായവനാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിനോട് അറിയിക്കുമ്പോൾ കർത്താവ് സകല ബുദ്ധിയും ദൈവീയ സമാധാനം നമുക്ക് നൽകും. മാത്രമല്ല, നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകി തരാൻ മതിയായവനാണ്. എന്നാൽ അത് ഒരു മോഹമായിട്ട് തീർന്ന് നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് എന്ത് ചെയ്യരുത്, ഇടവരരുത്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവം അതിനനുസരിച്ച് നമ്മൾ നയിക്കാൻ തുടങ്ങുമ്പോൾ ജാതികൾ എന്ത് ചെയ്യും, ദുഷിക്കും. മനസ്സിലായോ? കാരണം ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മൾ നയിക്കാൻ തുടങ്ങുമ്പോൾ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ ദൈവവചനത്തിന് അനുസരിച്ചു. അതാണ് പറയുന്നത്, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞു. അപ്പോൾ ഇത് എന്ത് പറയുമ്പോഴും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ദൈവത്തിന് മഹത്വം കിട്ടുന്നതായിരിക്കും. പലപ്പോഴും ഈ ദുഷിക്കലുകൾ വരുമ്പോൾ തിരികെ ദുഷിക്കുവാനും അവർ നമുക്ക് ചെയ്തതിന് പകരം ചെയ്യുവാനുള്ളൊരു പ്രവണത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവജനം പറയുന്നുണ്ടല്ലോ, കർത്താവ് പറയുന്നുണ്ട്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും, അല്ലേ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നന്മയാൽ തിന്മയെ ജയിക്കണം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകണം. അപ്പം ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെപ്പോഴും ദോഷത്തിന് ദോഷം ചെയ്യാനും ശകാരത്തിന് ശകാരം പകരം ചെയ്യാനുള്ള തരത്തിലുള്ളൊരു മനസ്സാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. കാരണം അത് ആഡാമിക് നേച്ചറാണ്. എന്നാൽ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും ഇടപെടലുകളും ബന്ധങ്ങളൊക്കെ ദൈവരാജ്യത്തിന് ദൈവനീതിക്ക് ഒത്തവണ്ണം ആയിത്തീരുന്ന ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. വചനം പറയുന്നത്, നിങ്ങൾ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയത് ആയിരിക്കണം, അല്ലേ? നമ്മൾ ഈ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ അതിൻ്റെ 11-ാമത്തെ യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം അതിൻ്റെ 11-ാം വാക്യം.
യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 11-ാം വാക്യം. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. കേട്ടോ, 3-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം അതിന്റെ 11-ാം വാക്യം. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. കേട്ടോ, അപ്പോൾ നമ്മൾ കർത്താവിനാണ് പിൻപറ്റുന്നത്, വീണ്ടും ജനിച്ചവരാണ്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു സാഹചര്യത്തിന്റെ നടുവിൽ നമ്മൾ നന്മയെയാണോ തിന്മയെയാണോ അനുകരിക്കുന്നത്? നമ്മൾ നമ്മുടെ ഈ അനുകരിക്കാനായിട്ട് നമ്മളൊരു കാര്യം പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിന്. കേട്ടോ, അവിടെ പറയാണ് നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. തിന്മയെ പെട്ടെന്ന് കയറി അനുകരിക്കത്തില്ല. ആദ്യം തിന്മയെ അനുകരിക്കുന്നതിന് മുമ്പ് മനസ്സാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? പാകപ്പെടും. അപ്പോൾ തിന്മയെ അനുകരിക്കത്തക്ക രീതിയിലുള്ളൊരു ചിന്ത ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ വളർത്തരുത്. പറഞ്ഞതിന് താല്പര്യം കയ്പ്, പക, വെറുപ്പ്, വിദ്വേഷം, കുറ്റപ്പെടുത്തുന്ന പ്രവണത, ഇങ്ങനെ പല സംഭവങ്ങൾ, അതെല്ലാം ചിന്തയിലാണ് കിടക്കുന്നത്. അത് നമ്മൾ അത് പിടിച്ചടക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും പലരും വിചാരിക്കും, ഞാൻ നല്ല കാര്യമൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകളിൽ ഈ ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ ആ മനുഷ്യനായിത്തീരും. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവഹിതത്തിനൊത്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്, നല്ല പ്രവൃത്തികൾ വരണമെങ്കിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം. നല്ല ചിന്തകൾ ഹൃദയത്തിലില്ല, നല്ല പ്രവൃത്തികൾ ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മൾ ചിന്തകളിൽ മോശവും പ്രവൃത്തികളിൽ നല്ലതും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളവരെയാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നൊരു നാൾ അറിഞ്ഞിട്ടില്ലെന്ന്. ഇതൊരു ബന്ധത്തിൽ കൂടി പുറപ്പെടുക. ഏത് വൃക്ഷത്തെയും വരം കൊണ്ടല്ല ഫലം കൊണ്ടാണ് അറിയുന്നത്. ഒരു മോശം വൃക്ഷം ഒരിക്കലും നല്ല ഫലം പുറപ്പെടുവിക്കത്തില്ല. മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് കാണിച്ചത് കൊണ്ട് മനുഷ്യനെ വേണമെങ്കിൽ പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പ്രവൃത്തികൾക്ക് പിമ്പിലുള്ള ഉദ്ദേശത്തെ നോക്കുന്നു, ഹൃദയത്തെ അന്തരീന്ദ്രിയത്തെയൊക്കെ ശോധന ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ഒരു അനുഭവത്തിൽ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ അവൻ്റെ ചിന്തകൾ ദൈവരാജ്യത്തിനും ദൈവനീതിക്കും ഒത്തവണ്ണമായിരിക്കണം. ചിന്തകളെ പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്കും ക്രിസ്തുവിൽ വളരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളുടെ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം, എനിക്ക് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ചിന്തകളാണോ എന്നുള്ളത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം അവിടെ പറയുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുക. അവിടെ പറയാണ്, നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ട സമയത്ത് അത് വരത്തുള്ളൂ. രമ്യമായതൊക്കെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. രമ്യമായതൊക്കെയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു രമ്യതപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അത് എന്നിൽ നിന്നും പുറപ്പെട്ടു വരണമെങ്കിൽ ഞാൻ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ രമ്യമായൊരു കാര്യം ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്ത എന്നിൽ വരാത്തിടത്തോളം ആ വ്യക്തിയുമായിട്ട് എനിക്ക് ഒരിക്കലും രമ്യതപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? ആ വ്യക്തിയോട് ക്ഷമിക്കുകയും ആ വ്യക്തിയോട് രമ്യതപ്പെടുകയും ആ വ്യക്തിയുടെ കുറവുകൾ ഞാൻ ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അതിനെ ക്ഷമിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ രമ്യതപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ വ്യക്തിയോട് രമ്യതപ്പെടാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചിന്തകളിൽ ഞാൻ രമ്യതപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും പ്രവൃത്തിയിൽ രമ്യതപ്പെടാൻ പറ്റത്തില്ല. ചിന്തകളിൽ രമ്യതപ്പെടാതെ പ്രവൃത്തികളിൽ ഞാൻ രമ്യതപ്പെടുന്നു എന്ന് അഭിനയിച്ചത് കൊണ്ട് ദൈവസന്നിധിയിൽ പ്രയോജനമില്ല. അപ്പൊ ഇവിടെ പറയാണ്, ദൈവത്തെ കണ്ടോ, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. അപ്പൊ ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിലായി. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം കിട്ടണം. മനസ്സിലായോ? അപ്പൊ ഇത് ഈ ദൈവവചനം എപ്പോഴും നമ്മളുടെ മനസ്സിന് എതിരായിരിക്കും.
എപ്പോഴും നമ്മളുടെ ചിന്തകൾക്കും നമ്മളുടെ തോട്ട് പാറ്റേണിനും അല്ലെങ്കിൽ അതിനെല്ലാം എതിരായിരിക്കും ദൈവവചനം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതപ്പെട്ട വചനം എപ്പോഴും നമ്മളെ മനസ്സ് പുതുക്കാനും നമ്മളെ ഒരു രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ ഉടമയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ദൈവവചനം അത് നമ്മൾ ദൈവവചനം എങ്ങനെ കേൾക്കുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നത്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് എന്നിൽ വിശ്വാസമായി പരിണമിക്കണം, അത് എന്നിൽ പ്രവൃത്തിപഥത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പരിവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയാൻ ഒടുവിൽ സഹോദരന്മാരെ നിങ്ങൾ സത്യമായതൊക്കെ. അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരു ജീവിതം ജീവിക്കണം എന്നൊരു വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും എന്തുണ്ടാവണം? സത്യവചനം ഉണ്ടായിരിക്കണം. വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. വചനം വസിക്കണമെങ്കിൽ വചനം രാപ്പകൽ ധ്യാനിക്കണം. ഇനി വചനം നമ്മളിൽ രാപ്പകൽ ധ്യാനിച്ചത് കൊണ്ടോ വചനം ഞാൻ എൻ്റെ ബുദ്ധിയിൽ പിടിച്ചു വെച്ചത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. അത് ജീവനായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? സന്ദർശന ദിവസത്തിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തണം. സന്ദർശന ദിവസം എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. കണ്ടോ? ഇവിടെ നോക്കിയേ, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്ദർശനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നിട്ട് ആ സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി നമ്മളിന്ന് വെളിപ്പെട്ട് വരണം. ആ സമയത്ത് ദൈവത്തിന് മഹത്വം കിട്ടേണ്ടതിന് പകരം നിങ്ങൾ മറ്റൊരു തരത്തിൽ അവിടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവനാമം ദുഷിക്കപ്പെടുന്നത്. അപ്പം ഇത് വലിയൊരു എന്താ പറയുന്നത്, നമ്മൾ വളരെ കാര്യമായിട്ട് ഇത് മനസ്സിലാക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യം സംഗ്രഹിക്കുകയും ചെയ്യണം. കേട്ടോ? ദൈവം സന്ദർശിക്കുകയാണ് ഒരു സാഹചര്യത്തെ നമുക്ക് തന്നിട്ട്. അവിടെ ദൈവത്തിന് മഹത്വം കിട്ടുമോ ഇല്ലയോ? മനസ്സിലായോ? ഇപ്പം നമ്മളൊരു ദൈവവചനത്തിൽ നോക്കുമ്പോൾ പല സംഭവങ്ങൾ കാണാം. അപ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? സക്കായി ഒരു യേശുവിനെ കാണാൻ വേണ്ടി മരത്തിന് കയറി നിൽക്കുകയും മരത്തിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു മരത്തിൻ്റെ മുകളിലോട്ട് നോക്കിയിട്ട് സക്കായി ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോട് കൂടെ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സക്കായിക്ക് വലിയ സന്തോഷം, പൊക്കം കുറഞ്ഞ ആളാണ്. അങ്ങനെ സക്കായിയുടെ വീട്ടിലോട്ട് യേശു ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പലവിധമായിട്ടും സക്കായി കുറ്റക്കാരൻ, അവൻ ചുങ്കക്കാരനാണ് അല്ലെ, ചുങ്കം പിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ ആ സാന്നിധ്യം സക്കായിയെ പെട്ടെന്ന് എന്ത് ചെയ്തു? സക്കായിയുടെ ഉള്ളിലുണ്ടായിരുന്നൊരു ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ആത്മാവിനെ എന്ത് ചെയ്തു? വിട്ടുകളയാണ്. അതുകൊണ്ടാണ് സക്കായി എന്ത് ചെയ്തത്? ഞാൻ എന്തെങ്കിലും അന്യായമായിട്ട് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ 4 ഇരട്ടിയായിട്ട് കൊടുക്കുക. കേട്ടോ? 4 ഇരട്ടിയായിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? യേശുവിൻ്റെ ഒരു സന്ദർശനം അവിടെ സംഭവിക്കുക അല്ലെ? സക്കായുടെ വീട്ടിലോട്ട് വന്നു. ആ സന്ദർശനം എന്തായി തീരാണ്? ദൈവത്തിന് മഹത്വമായിട്ട് തീരാണ്. അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട് അല്ലേ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. രക്ഷകൻ വന്നപ്പോൾ അല്ല രക്ഷ വന്നത്, രക്ഷകന്റെ വരവ് അത് തൻ്റെ ജീവിതത്തെ മാറ്റത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അതാണ് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംബന്ധിച്ച കർത്താവ് സന്ദർശിച്ചു, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീർന്നു. അപ്പോൾ ഇതുപോലെ ദൈവം നമ്മളുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങൾ ദൈവം നമുക്ക് എന്ത് ചെയ്യും? ഒരുക്കി തരും. ആ ഒരുക്കി തരുമ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സ് പലപ്പോഴും കഠിനപ്പെട്ടു പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മളെല്ലാവരും പലതിനും തെറ്റിപ്പോകുന്ന മനസ്സുള്ളവരാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഹൃദയം കഠിനപ്പെടുന്നു അല്ലേ? കാര്യം മനസ്സിലാവും, ദൈവം ഉദ്ദേശിച്ച കാര്യം ഇതായിരിക്കും, ദൈവം ഇവിടെ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിലൊക്കെ ഇപ്പോഴും രൂപാന്തരപ്പെടാത്ത പല ജഡികമായിട്ടുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് ചില സമയങ്ങളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഹൃദയം കഠിനപ്പെടുത്തും. ഹൃദയം കഠിനപ്പെടുത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അത് പക്ഷെ നമ്മൾ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകളിൽ എപ്പോഴും വചനം വസിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒടുവിൽ സഹോദരന്മാർ, ഞാൻ 2 ഇതും മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഏത്? ഫിലിപ്പിയ ലേഖനം 4:8, 1 പത്രോസ് 2:12 11 വാക്യത്തെ ക്ലബ് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയണത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒടുവിൽ സഹോദരന്മാരെ നിങ്ങൾ സത്യമായതൊക്കെയും, അടുത്തത് നീതി ആയതൊക്കെയും. കേട്ടോ? അപ്പോൾ ഇവിടെ പറയാണ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്
നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ ദൈവനീതിക്കൊത്തവണ്ണമായിരിക്കണം ചെയ്യേണ്ടത്, അല്ലേ? എൻ്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം? ദൈവ നീതിക്കൊത്തവണ്ണം. അതുകൊണ്ടാണ് ഇവിടെ നീതി ആയതൊക്കെ എന്ന് പറയുന്നത്. അത് ചിന്തയാണ്, പക്ഷെ ആ നീതിക്കൊത്തവണ്ണം പ്രവൃത്തിക്കുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നിരിക്കുകയാണ്. മനസ്സിലായോ? നീതി ആയത് ചിന്തിക്കാൻ കാശ് ചെലവില്ല. ഒരു ദൈവനീതിക്കൊത്തവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ ചെലവുണ്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ സന്ദർശന ദിവസം എന്ന് പറയുന്ന ഒരു സാഹചര്യം ദൈവം ഒരുക്കി തരികയാണ്. ആ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ ചിന്തിച്ചും കൊണ്ട് അതിനെ പ്രവൃത്തിഭാഗത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സന്ദർശന ദിവസത്തിൽ ദൈവത്തിന് മഹത്വം കിട്ടുവാനായിട്ട് നമ്മളുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്ക്, കൊടുക്കൽ വാങ്ങലെല്ലാം ദൈവരാജ്യത്തിനും ദൈവ മഹത്വത്തിനായിട്ട് തീരത്തുള്ളൂ. പലപ്പോഴും ഇവിടെയൊക്കെ പാളിച്ചകൾ പറ്റുമ്പോൾ വചനത്തിൻ്റെ കേൾവി നമ്മൾ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കർത്താവെ അങ്ങയുടെ സന്ദർശനത്തിന് യോഗ്യമായ സാഹചര്യം വന്നപ്പോൾ അത് മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ ചിന്തകളിൽ വചനവിരുദ്ധമായി ചിന്തിച്ച് കർത്താവെ എൻ്റെ മനസ്സിനെ കഠിനപ്പെടുത്തി കർത്താവെ പിശാചിന് ഇടം കിട്ടത്തക്ക രീതിയിൽ കർത്താവെ ലംഘിച്ചു, അല്ലെങ്കിൽ വചനം ലംഘിച്ചു. അതുകൊണ്ട് ദൈവം അങ്ങേക്ക് മഹത്വം കിട്ടത്തക്ക രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്നുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധി നമ്മളത് ഏറ്റു പറയണം. അപ്പോൾ ദൈവസന്നിധിയിൽ അത് ഏറ്റു. അതുകൊണ്ട് വചനം തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരത്തിൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. കാരണം കർത്താവ് നമ്മളെ തികഞ്ഞവരും സമ്പൂർണ്ണ ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാക്കി പണിതെടുക്കുകയാണ്. നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരാകണം. നിങ്ങൾ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകും. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നതിനെല്ലാം ചിസിൽ ചെയ്ത് കളയും. അപ്പോൾ ചിലതൊക്കെ നമ്മളിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ പോലെ, മനം തയമ്പിച്ചിരിക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ ചിസിൽ ചെയ്ത് കളയാൻ പോലും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പക്ഷേ ദൈവവചനത്തിൻ്റെ തുടർമാനമായ കേൾവി, പരിശുദ്ധാത്മാവ്, അതിൻ്റെ മേലുള്ള പരിവർത്തനം, ദൈവം പകരുന്ന കൃപയിലുള്ള ആശ്രയം, അത് നമ്മളെ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കയറി വരാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ പറയുന്നത് അടുത്തത് കേട്ടോ, സത്യമായത്, നീതി, അടുത്തത് ഘനമായത്. പലപ്പോഴും നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കയറി കാണാൻ പറ്റാതെ ലോലമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. സാരമില്ല, മനസ്സിലായോ? ദൈവം കാണുന്ന അതേ കാഴ്ചപ്പാടിലോട്ട് നമ്മൾ കയറണം. അതാണ് ഒരു ആത്മീയൻ വളരുന്നു, അവൻ പക്വതയിൽ വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ശിശുക്കളായിരിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ ഇന്ന് ശിശുക്കളായിരിക്കണം എന്നല്ല, ദൈവം കാണുന്ന അതേ കാഴ്ചപ്പാട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുക, ഘനമായത് ചിന്തിക്കേണ്ടതിന് പകരം ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കണ്ടാൽ എനിക്ക് പല ചെലവുകളുണ്ടാവും, അല്ലേ? മനസ്സിലായില്ലേ? നമുക്ക് പലപ്പോഴും നമ്മൾ ചെലവ് നമുക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? ദൈവം കാണുന്ന പോലെ അത്രയും കയറി കാണുന്നില്ല. കാരണം അങ്ങനെ കയറി കണ്ടാൽ എനിക്കറിയാം എനിക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും, എനിക്ക് ചിലവുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അത്രയ്ക്ക് അങ്ങ് കയറി ചിന്തിക്കത്തില്ല. നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്? നമ്മളുടെ മനസ്സിനെ ദൈവം കാണുന്ന കാഴ്ചപ്പാടിലേക്ക് കയറാതെ താഴ്ത്തി ചിന്തിക്കും. അപ്പോൾ അവിടെ സംഭവിക്കും, അവിടെയും ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാനായിട്ട് ഇടയായി. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കയറി കാണുന്ന ഒരു തലത്തിലേക്ക് വരണം. അതൊരു പ്രോസസ്സിങ്ങിൽ സംഭവിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു തലത്തിലോട്ട് നമ്മൾ കയറിയില്ല എങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാവത്തില്ല, മുരടിച്ചു പോകും. അതുകൊണ്ട് ഇവിടെ പറയാണ് ഘനമായതൊക്കെയും. അടുത്തത് ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത്, നീതിയായത്, നിർമ്മലമായത്. കണ്ടോ, നിർമ്മലമായത്. അടുത്തത് നിർമ്മലമായെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം നമ്മളെ ഒരു സാഹചര്യത്തിന് നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൊണ്ടുവന്നിരിക്കുക. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിനെ ഞാൻ നിർമ്മലീകരിച്ചും കൊണ്ട് കാര്യങ്ങളെ കാണണം. മറിച്ച് ഞാൻ എൻ്റെ അകത്തുള്ള കയ്പും പകയും വെറുപ്പും വിദ്വേഷവും ഹൃദയ കാഠിന്യം വെച്ചുകൊണ്ട് ആ സാഹചര്യത്തെ കണ്ടാൽ, ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൽ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞ ഒരു സാഹചര്യമാണത്. അതൊരു ബന്ധത്തിലായിരിക്കാം. അവിടെ എൻ്റെ മനസ്സിനെ ഞാൻ നിർമ്മലീകരിച്ചില്ലെങ്കിൽ അവിടെ ദൈവനാമം ദുഷിക്കപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഇത് സന്ദർശന ദിവസമാണ്. ഈ സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചിന്തയാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അതിന് തടസ്സം നിൽക്കുന്ന മുറിവ് എൻ്റെ ഹൃദയത്തിലുണ്ട്, കയ്പുണ്ട്, പകയുണ്ട്, വെറുപ്പുണ്ട്. എന്നാൽ കർത്താവെ, ഞാൻ നിർമ്മലമായ ഒരു അനുഭവത്തിനായിട്ട് എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിനെ മുറിവ് നീ സൗഖ്യമാക്കണം. കർത്താവ് ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിക്കുകയും ആ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സാഹചര്യം അത് ദൈവനാമം മഹത്വത്തിനായി തീരാൻ ഇടവരും. അപ്പോൾ അവിടെ നിന്ന് ക്ഷമിക്കാനെങ്കിൽ ക്ഷമിക്കാൻ, മറക്കണമെങ്കിൽ മറക്കാൻ, കൊടുക്കണമെങ്കിൽ കൊടുത്തു തീർക്കാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. അടുത്ത് പറയാം, നിർമ്മലമായത്, രമ്യമായത്. കണ്ടോ, രമ്യമായത് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തെ രമ്യതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് അനുവദിച്ചു തരുന്ന ഒരു അവസരം. മനസ്സിലായോ? കർത്താവ് നമുക്കൊരു അവസരം
ഒരുക്കി തരികയാണ് രമ്യതയിലേക്ക് വേണ്ടിയിട്ട്. വേണമല്ലോ, ദൈവവചനം പറയുന്നുണ്ടല്ലോ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, അല്ലേ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പോൾ അതിന് കർത്താവ് രമ്യതയിലേക്ക് കൊണ്ടുവരുവാൻ പല ബന്ധങ്ങളും, ശിഥിലമായിരിക്കുന്ന ബന്ധങ്ങളെ പണിയുവാനുള്ള അവസരം കർത്താവ് നമുക്ക് ഒരുക്കി തരുമ്പോൾ, എന്നായി പറഞ്ഞതിനർത്ഥം കർത്താവ് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി അവിടെ മനസ്സിനെ പുതുക്കണം. മനസ്സിലായോ? അതിനാണ് ദൈവജനം അങ്ങനെ പുതുക്കിയെങ്കിലേ മാത്രമേ നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷി ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സാക്ഷി മലിനപ്പെട്ടു. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, എനിക്ക് ഇന്നയോളം ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷിയുണ്ട്. അപ്പോൾ ആ നല്ല മനസ്സാക്ഷിയിലേക്ക്, നിർമ്മല മനസ്സാക്ഷിയിലേക്ക്, ശുദ്ധ മനസ്സാക്ഷിയിലേക്കൊക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തകൾ അതിനൊത്തവണ്ണം ആക്കി തീർത്താൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഓരോ സാഹചര്യങ്ങളും മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത് പറയാണ് രമ്യമായ, അടുത്ത സൽകീർത്തിയായതൊക്കെ കേട്ടോ. സൽകീർത്തി, ഓരോ സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെന്നോണം ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ സൗരഭ്യം വെളിപ്പെട്ട് വരാനായിട്ട് ഇടയായത്. സൽകീർത്തിയായി, ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതി, അല്ലേ? നമ്മൾ ദൈവത്തിന് മഹത്വം അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം കിട്ടാത്ത തരത്തിലായിരിക്കും ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. കാരണം നമ്മളുടെ ഈഗോ, ഞാനെന്ന ഭാവം, സ്വയനീതി, അല്ലെങ്കിൽ തന്നെ താഴ്ത്താൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ പലപ്പോഴും ദൈവം നൽകിത്തരുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങളൊക്കെ തള്ളിക്കളയാനായിട്ടൊക്കെ ഇടയായിത്തീരും. എന്നാൽ ഇവിടെ പറയാണ് സൽകീർത്തി ആയതൊക്കെയും ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിൽ. ഞാനോ കുറയണം, നീയോ വളരണം, അല്ലേ? നമ്മളെപ്പോഴും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് മഹത്വം കിട്ടുന്നൊരു ജീവിതം ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മളും കർത്താവിന് മഹത്വം കിട്ടുന്ന ഒരു അടുത്ത് പറയണ സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളണം. കണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചെങ്കിലേ ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൽ പ്രവൃത്തി ആയിട്ട് അത് വെളിപ്പെട്ട് വരത്തുള്ളൂ. അതല്ലാതെ നമ്മളിങ്ങനെ ഒന്നും ചിന്തിക്കാതെ പ്രവൃത്തി വരുന്ന സമയത്ത് ഞാനങ്ങ് പ്രവർത്തിച്ചേക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും സാധിക്കത്തില്ല. അവിടെയാണ് പലപ്പോഴും പാളിച്ചകൾ പറ്റുന്നത്. അപ്പോൾ കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചിന്താജീവിതമാണ്. അപ്പോൾ ചിന്താജീവിതത്തെ പിടിച്ചടക്കണം. മനസ്സിലായോ? നമ്മൾ പോലും അറിയാതെ പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ചിന്തകളെ നമ്മൾ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നമ്മൾ മനസ്സ് പുതുക്കുമ്പോൾ ആ ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു ഇടപെടലുകൾ, നമ്മുടെ ഒരു യാത്ര, ബന്ധങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിൽ അതായിത്തീരും. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മളുടെ ചിന്തകൾ ഏറ്റവും നല്ലതായിരിക്കും. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടെത്തണം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് നമ്മൾ പലപ്പോഴും എനിക്ക് നല്ലത് പ്രവർത്തിക്കണം ആഗ്രഹമാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ പ്രവർത്തിക്കും, അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര. അത് പഴയ മനുഷ്യൻ്റെ അവസ്ഥയെ പറയുന്നത്. ഇന്നും നമ്മൾ കർത്താവിൽ വീണ്ടും ജനിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ കൃപയും നല്ല ദാനവും ഒക്കെ നൽകിയിട്ടും എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോൾ പറ്റാതിരിക്കണമെങ്കിൽ അപ്പോൾ അതിനെന്തോ കാരണമുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ അതുപോലെ തന്നെ പഴയ അതേ ശൈലിയിൽ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്നാണ് ക്രിസ്തുവിൽ ഒരു ജയാളിയായിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ്, അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗത, സംസാരിപ്പാൻ സാവധാനം, കോപത്തിന് താമസമുള്ളവനായി മാറണമെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റുന്നില്ല. അപ്പോൾ ഓരോ സാഹചര്യങ്ങളും നമ്മൾ ദൈവം കാണുന്ന പോലെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോപിക്കുകയല്ല ചെയ്യുന്നത്, കർത്താവിനൊന്നും ചെയ്യുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ വക്രതയും കോട്ടമുള്ളൊരു തലമുറയുടെ നടുവിൽ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കർത്താവിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മളെ കണ്ട വ്യക്തികൾ നമ്മളുടെ ആ മുമ്പിലുള്ള നടപ്പ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ വ്യക്തികളെയും വിലയിരുത്തുന്നത്, അല്ലേ? എന്നാൽ നമ്മൾ ഇതുവരെ നടന്നതുപോലെയല്ല ഇനി നടക്കുന്നത്. നമ്മളിൽ വ്യത്യാസമുണ്ടെന്ന് അവർ കാണത്തക്ക രീതിയിലുള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കണം. അപ്പോസ്തലൻ പൗലോസ് ക്രിസ്തുവിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവൻ്റെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി ഇല്ലേ ഒരുത്തനെ അനന്യാസിനോട് പറയുമ്പോൾ അനന്യാസ് പറയുന്നുണ്ട്, കർത്താവേ, അവൻ
നമ്മളെ ജനത്തിന് എന്തുമാത്രം ദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞ അർത്ഥം? അവൻ ക്രിസ്തുവിൽ വന്നു എന്ന് പറയുമ്പോൾ പോലും അവന്റെ പഴയ ഒരു സംഭവം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും അളക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ക്രിസ്തുവിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള് നമ്മുടെ പഴയ നമ്മുടെ നടപ്പ് പ്രവൃത്തികളൊക്കെ അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. അത് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. എന്നാൽ ഇവിടെ പറയാണ് കേട്ടോ, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് നിങ്ങളുടെ നടപ്പ് അത് ദൈവനാമ മഹത്വത്തിനായി തീരുന്നൊരു അനുഭവത്തിലേക്ക് ജാതികൾ നമ്മളെ കണ്ട് അവരിലേക്ക് നമ്മളിലുള്ള വെളിച്ചം വ്യാപരിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. മനസ്സിലായോ? അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, വക്രതയും കോട്ടമുള്ളൊരു തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് ഈ ലോകത്തിൽ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്ത് ജീവന്റെ വചനം പ്രമാണിച്ചും കൊണ്ട് എന്ത് ചെയ്യണം, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാനായിട്ട് ഇടയായിത്തീരണം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളുടെ വ്യക്തിജീവിതം മാറാനൊക്കെ ആയിട്ട് ഇടയായിത്തീരും. ഒരു ബാക്കി നമുക്ക് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1 തിമോത്തി 4:12. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 4 അധ്യായം 12 വാക്യം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. കാരണം ഇവിടെ പറയാണ്, ആരും നിന്റെ നടപ്പ് നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. പിന്നെ എങ്ങനെയാ പിന്നെ തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്തോ പറയുന്നേ, എന്തൊക്കെയാ വേണ്ടത്? കുറെ കാര്യങ്ങൾ അവിടെ ഒരു ലിസ്റ്റ് പറയാണ്. നിന്റെ വാക്ക് കണ്ടോ, ഒന്നാമത്തെ വാക്കാണ് കണ്ടോ, നിന്റെ വാക്ക്, നടപ്പ്, സ്നേഹം, വിശ്വാസം, നിർമ്മലത, വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. ഒരു വലിയ ലിസ്റ്റ് പറയുന്നത് കേട്ടോ. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, നിന്റെ വാക്ക്. അപ്പോ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ വായിൽ നിന്നും പലപ്പോഴും ലാവണ്യ വാക്കുകളല്ല വരുന്നത്. വളരെ മോശമായിട്ടുള്ള വാക്കുകളും കയ്പിൻ്റെയും പകയുടെയും ശാപത്തിൻ്റെ ഒക്കെ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഓർക്കണം, നമ്മൾ അത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിത നിർത്താത്തിടത്തോളം എന്ത് സംഭവിക്കത്തില്ല, പുതിയത് പറ്റത്തില്ല. എന്ത് വിതയ്ക്കുന്നു അത് കൊയ്യും. അപ്പോൾ അത് ഓരോ ദിവസവും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളതിൽ പലപ്പോഴും ഈ ശാപത്തിൻ്റെയും കയ്പിൻ്റെയും പകയുടെയും നീരസത്തിൻ്റെയും ഒക്കെ വാക്കുകൾ വായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊരു വിതയാണ്. വിതയ്ക്കുമ്പോൾ അത് തന്നെ കൊയ്യും. മനസ്സിലായോ? ഇത് കൊയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വാക്കുകൾ ദൈവരാജ്യത്തിനും ദൈവനീതിക്കും ദൈവ തേജസ്സിനും നിരക്കാത്ത വാക്കുകൾ വായിൽ നിന്നും വരരുത്. വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വായിൽ നിന്നും ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. പുറപ്പെട്ടെന്ന കുഴപ്പം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ല നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് കർത്താവിന്റെ വരവിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ ദൈവരാജ്യത്തിനും ദൈവനീതിക്കും ഒത്തവണ്ണമുള്ളതല്ലെങ്കിൽ മനസ്സിലായോ, പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവിടെ തിമോത്തിയോസിനോട് പറയാണ്, നീ എന്ത് ചെയ്യണം? ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കുന്നതിന്റെ വാക്ക്, അടുത്തത് നിന്റെ നടപ്പ്. കേട്ടോ, ഇവിടെ പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ പറയാണ്, നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. ഇവിടെയും അതേ കാര്യമാണ് പറയുന്നത്, നിന്റെ നടപ്പ്. അപ്പം നമ്മുടെ നടപ്പിലും വളരെ പ്രാധാന്യമുണ്ട്. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതിരിയാക്കി നടക്കരുത്. വിളിച്ച വിശുദ്ധനത്തോണം എല്ലാ നടപ്പിലും വിശുദ്ധരായി, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നില്ല. അപ്പോൾ കണ്ടോ, നടപ്പടുത്ത് സ്നേഹം. അപ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹമാണ് വേണ്ടത്. റോമാലേഖനത്തിന്റെ 5:5 ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവ് വേണം. ആ നിറവിലായിരിക്കണം നടക്കേണ്ടത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ സ്നേഹമാണ് വാക്കിൽ കൂടി വെളിപ്പെടേണ്ടത്. കേട്ടോ, അപ്പോൾ സ്നേഹത്തിന്റെ നിറവിലുള്ള വാക്ക്, സ്നേഹത്തിന്റെ നിറവിലുള്ള നടപ്പ്. അടുത്തത് വിശ്വാസത്തിലും. കേട്ടോ, അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയൊക്കെ ഉണ്ടാക്കും അല്ലേ. വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പലവിധമായിട്ടുള്ള പരിശോധന ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അത് സ്ഥിരതയുള്ളവരാണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അല്പവിശ്വാസി എന്തിന് ഭയപ്പെട്ടു എന്ന് പറഞ്ഞില്ല. അല്പവിശ്വാസമാണോ, സ്ഥിരതയുള്ള വിശ്വാസമാണോ, ദൃഢവിശ്വാസമാണെന്നൊക്കെ നോക്കാൻ വേണ്ടി പലവിധമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം അനുവദിച്ചു തരും. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, നിന്റെ വിശ്വാസം, അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളത്
പുറത്തോട്ട് പ്രകടമാകത്തുള്ളൂ. പറയാണ് വിശ്വാസത്തിലും പിന്നെ നിർമ്മലതയിലും. കണ്ടോ, നേരത്തെ പറഞ്ഞ അതേ വാക്കാണ് നിർമ്മലത. കണ്ടോ, നിർമ്മലത. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മൾ നിർമ്മലീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനിയും ആ വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കർത്താവിനെ ഇനിയും ആ കർത്താവെ കൂടുതൽ ആ ദൈവ തേജസ്സിലേക്ക് എനിക്ക് നിറയപ്പെടണം, എനിക്ക് ഇനിയും കർത്താവെ ആ വിശുദ്ധിയിൽ വളരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കറിയാലോ അബ്രഹാമിനോട് പറയുന്നുണ്ടല്ലോ, 99 വയസ്സുള്ള അബ്രഹാമിനോട് പറയുന്നത്, നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കും. അപ്പോൾ ഈ നിർമ്മലത എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ എല്ലാ നിറവിലേക്കും നിറഞ്ഞു വരുന്ന ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരാനുള്ള വലിയ ആഗ്രഹത്തെയാണ് ഈ പറയുന്നത് നിർമ്മലത എന്ന് പറയുന്നത്. നിർമ്മലതയിലും വിശ്വാസികൾക്ക് എന്തായിരിക്കണം? മാതൃകയായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയുണ്ടോ? വല്ലപ്പോഴൊക്കെ ഒരു മാതൃകയാവുന്നല്ല, നമ്മളെല്ലായ്പ്പോഴും മാതൃകയായിരിക്കണം. ക്രിസ്തുവിൻ്റെ പത്രമായി, ക്രിസ്തുവിനെ ധരിച്ചവരായി, ക്രിസ്തുവിൻ്റെ സൗരഭ്യം വെളിപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ ആയിരിക്കണം എല്ലായ്പ്പോഴും. ഒരു സമയത്ത് പോലും അതിൽ നിന്ന് മാറാൻ ഇടവരരുത്. കാരണം നമ്മൾ മുന്തിരിവള്ളി ശാഖയിൽ വസിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു അനുഭവത്തിലേക്കായിരിക്കണം. ഒരു വാക്യം ഒന്ന് രണ്ട് വാക്യം നമുക്ക് നോക്കാം. അതേ പുസ്തകത്തിൽ പത്രോസ് 1-ാം ലേഖനത്തിലെ 3:16, 3-ാം അധ്യായം 16-ാം വാക്യം. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. കണ്ടോ, ഇത് പലപ്പോഴും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും മനസാക്ഷി മലിനപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴൊന്നും അവിടെ ഭാരപ്പെടേണ്ട. ഇവിടെ പറയാണ്, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന്. കണ്ടോ, അപ്പോൾ അവരങ്ങനെ പഴിച്ചു പറയുന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ഒരു ദിവസം എന്ത് ചെയ്യാൻ പറ്റും? അവർ ലജ്ജിച്ചു പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം. കണ്ടോ, നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം. പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ മനസാക്ഷി മലിനമാകും. മനസാക്ഷി മലിനമായി പോയാൽ കയ്പും നീരസും ഒക്കെ വെളിപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കലും ആ ഒരു അനുഭവത്തിലേക്ക് പോകരുത് എന്ന് ദൈവവചനം പറഞ്ഞു. 4:4 വായിച്ചോട്ടെ. ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. കേട്ടോ, അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു സമയത്ത് പാപവഴികളിലായിരുന്നു, പക്ഷേ ദൈവം അതിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുർനടപ്പുകാരോടുകൂടെ അവർ നടക്കുന്നത് പോലെ നടക്കാൻ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അതിൽ ചേരുന്നില്ല. അങ്ങനെ ചേരാതിരിക്കും അവരെന്ത് ചെയ്യും? അവർ നിങ്ങളെ ദുഷിക്കും. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അപ്പം അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? നിന്ദിക്കും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും, ദുഷിക്കും. അപ്പം അങ്ങനെ അയ്യോ ഈ ഒറ്റപ്പെടലും നിന്നയും ദുഷിയൊന്നും വേണ്ട, എന്നാൽ ഞാനും കൂടി അവരോട് അങ്ങ് ചേരാമെന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് പോകാനല്ല, മറിച്ച് ദൈവം നമ്മളെ അതിൽ നിന്നും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ആ പാപത്തിൽ രസിക്കാനായിട്ട് പോകരുത്. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തിലേക്ക് പോകാനായിട്ട് ഇടവരരുത്. അങ്ങനെ ദുഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ സാഹചര്യ നടുവിൽ എങ്ങനെ എന്ത് തീരുമാനമെടുക്കും, എന്ത് ചെയ്യും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരും. മാത്രമല്ല നാളെ ഈ ദുഷിച്ച് പറയുന്ന വ്യക്തികൾ ഈ ദൈവത്തിന് മഹത്വം കിട്ടിയ ഈ കാര്യം ഓർത്തും കൊണ്ട് അവരും കർത്താവിലേക്ക് വരാനും ഇടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഒക്കെ ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരു അനുഭവമായിരിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്താണ്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. അപ്പോൾ എപ്പോഴും ഈ പോരാട്ടമുള്ളത് നമ്മുടെ ആത്മാവിനോടാണ്. ഈ ജഡത്തിൻ്റെ മോഹങ്ങളാണ് എപ്പോഴും ആത്മാവിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ വീണു പോകാതെ ആത്മാവിനാൽ തന്നെ നയിക്കപ്പെട്ടുകൊണ്ട് നടക്കണം. നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തികൾ വെളിപ്പെട്ടു വരണം. നല്ല പ്രവൃത്തി വെളിപ്പെട്ടു വരണമെങ്കിൽ ചിന്തകൾ ദൈവവചനത്തിനും ദൈവരാജ്യത്തിനും ദൈവനീതിക്കൊത്തവണ്ണായിരിക്കണം. അല്ലാണ്ടൊന്നും നല്ല പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഞാനങ്ങ് നല്ല പ്രവൃത്തി അങ്ങ് ചെയ്തേക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രവൃത്തി ദൈവവചനപ്രകാരം ആവണമെങ്കിൽ ചിന്ത ദൈവ
വചനത്തിനൊത്തവണ്ണമാകണം. ചിന്ത ദൈവവചനത്തിനൊത്തവണ്ണമാകണമെങ്കിൽ മനസ്സ് അതിനൊത്തവണ്ണം പുതുക്കണം. അങ്ങനെ മനസ്സ് പുതുക്കി ചിന്ത ദൈവവചനത്തിനൊത്തവണ്ണം ആകുമ്പോഴാണ് പ്രവൃത്തി അതിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് മനസ്സ് പുതുക്കണം, ചിന്തകൾ അതിനനുസരിച്ചുള്ളതായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിലിപ്പിയ ലേഖനം 4:8 പറഞ്ഞതുപോലെ സത്യവും നീതിയും ഘനവും അതുപോലെ ഘനമായത് നിർമ്മലമായത് നീതി സൽഗുണം പുകഴ്ച ഒക്കെ ചിന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ പ്രവൃത്തിഭാഗത്തിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം ഒരുക്കി തരുന്ന അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃപയിൽ ആശ്രയിച്ച് അത് വാക്കും പ്രവൃത്തികളും ഇടപെടലുകളൊക്കെ അങ്ങനെ ആയിരിക്കണം, ബന്ധങ്ങളായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയാണ്, സന്ദർശന ദിവസത്തിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കും. ഇതൊരു പ്രബോധനമാണ്. അതുകൊണ്ട് ഈ പ്രബോധനം നമ്മൾ തള്ളിക്കളയല്ല വേണ്ടത്, അത് ഏറ്റെടുത്ത് നമ്മൾ മനസ്സ് പുതുക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനായിട്ട് ഇത് മുഖാന്തരമാവട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. സ്വർഗ്ഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി പണിയുവാനുമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവരളി ഞങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിനോട് അനുസരണത്തിനെ പിടിച്ചടപ്പാൻ തടസ്സം നിൽക്കുന്ന ഞങ്ങളുടെ പാപം നിറഞ്ഞ മനസ്സിനെ പുതുക്കുവാൻ ദൈവം നമുക്ക് നൽകി തരുന്ന സാഹചര്യങ്ങളിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് പ്രവൃത്തിഭാഗത്തിലേക്ക് വന്ന് ദൈവം മഹത്വത്തിനായി തീരുവാൻ, വചനം ജീവനായി തീരുവാനൊക്കെ ഞങ്ങളെല്ലാവരെയും സഹായിക്കും. ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ എല്ലാവരും അഭിഷേകം ചെയ്യണമേ, സമാധാനത്താലും സ്വസ്ഥതയാലൊക്കെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ സൗഖ്യവും കർത്താവിൻ്റെ ബലവും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം കർത്താവ് പകരുന്നതിനോർത്ത് സ്തുതിക്കുന്നു. എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനോത്തരം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി നിവർച്ചേരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ വരവേറ്റടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി അധികമായി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവരാണ് എന്നേക്കും ജീവിക്കുന്നത്. കർത്താവെ, ദൈവേഷ്ടം ചെയ്യാന്നൊക്കെ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ശുദ്ധീകരണമാണല്ലോ. ആ ശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തെ മുറുകെ പിടിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായം. പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണം. വചനത്തിലുള്ള വലിയ ദാഹത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനയിലപ്പെടാതെ കാക്കണം, കൃപയിൽ മറയ്ക്കണം. കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.